ഞാൻ ഈ അണിഞ്ഞൊരുങ്ങി പോവാൻ നിൽക്കുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയണ്ടേ? ഇന്ന് വുമൺസ് ഡേ ആണ് അല്ലേ? അപ്പോൾ രണ്ട് വ്യക്തികളെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, രണ്ട് സ്ത്രീകളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ് ലാൻഡിൻ്റെ വകയായിട്ടാണ് ഞങ്ങൾ ഈ സമ്മാനം നൽകാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ്. ഞാനും ശാരി ചേച്ചിയും ഒരു വണ്ടിയിലും, പിന്നാലെ നമ്മുടെ അഖില ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തി ആളെ നേരിട്ടൊക്കെ കണ്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വുമൺസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെയൊക്കെ ആദരിക്കാമെന്ന് തീരുമാനിച്ച് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരോട് ചെന്ന് സംസാരിച്ചു. നേരെ നമ്മൾ ഡാൻസ് ക്ലാസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഇവിടെ ഡാൻസ് മാത്രമല്ല, പാട്ടും പിന്നെ വീണയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ, ഇതാണ് ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികളെ നൃത്തവും സംഗീതവും വീണയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് കേട്ടോ. ഒരുപാട് സ്റ്റേജുകളിൽ നൃത്തവും കച്ചേരിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഏറ്റവും എടുത്ത് പറയാവുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരത് രത്ന മദർ തെരേസ ഗ്ലോബൽ വിന്നർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭയായ വ്യക്തിയാണ് കേട്ടോ ഇത്. അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ആളെ കാണാൻ പോവാം കേട്ടോ. ഇനി കാണുന്ന ആൾ ഒരു സ്പെഷ്യലായിട്ടൊരാളത്തെ ആൾ തന്നെയാണ്. നേരത്തെ കണ്ട ആൾ പോലെ തന്നെയാണ്. അത് നമ്മൾ കണ്ടത് ഡാൻസും പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ആളുടെ കഴിവ് ഫുള്ളും ചിത്രരചനയിലാണ്. അപ്പോൾ അതേ ഞങ്ങൾ ആളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ അതേ ജസ്റ്റ് വീടും പരിസരമൊക്കെ ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞങ്ങൾ കാണാൻ വന്ന ആളെ പറ്റി അല്ലേ. ആൾ ഒരു ആർട്ടിസ്റ്റാണ്, ചിത്രകലയാണ് ആൾക്ക് ഏറ്റവും അധികം ഉള്ളത് കേട്ടോ. അപ്പോൾ അതേ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് ഈ മോളിൽ കേട്ടോ. വളരെ നല്ലൊരു കലാകാരി തന്നെയാണിത്. ഒരുപാട് ചിത്രരചനയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആള് വരച്ചിട്ടുള്ള ഒരുപാട് നല്ല ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളാരാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇതാണ് രമ്യ. രമ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഒരാളാണ്. ഇത്രയൊക്കെ കഷ്ടപ്പാടിനിടയിലും പഠിച്ച് നല്ലൊരു ചിത്രരചന ആർട്ടിസ്റ്റായിട്ട് മാറി. ഡിഗ്രിയും PGയും ഒക്കെ എടുത്തു ആള്. നിലവിൽ PhDയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ അതേ ആൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വീട്ടിൽ മാത്രമല്ല ആളുടെ ചിത്രങ്ങൾ ഒതുങ്ങിക്കൂടുന്നത് നമ്മുടെ ഈ കാണുന്ന അമ്പലങ്ങളിലും ചുവർ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചുവർ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള ജീവൻ ഉണർത്തുന്ന ഒരുപാട് ചിത്രങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആളുടെ കഴിവ് എന്താണെന്നുള്ളതല്ലേ. ശരിക്കും നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് അഭിമാനം കൊള്ളേണ്ട ചില വ്യക്തികൾ തന്നെയാണ് ഇവരെല്ലാവരും. കാരണം ഇത്രയേറെ കഴിവുകൾ ഉണ്ടായിട്ടും സമൂഹത്തിൽ അധികം ഒന്നും അറിയപ്പെടാണ്ട് പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ് ഇവരല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചു. അതിനുശേഷം ഈ വീഡിയോ എല്ലാം എടുക്കാൻ സാധിച്ചു. ഒരുപാട് ഭംഗി നിറഞ്ഞ ഒരുപാട് വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിച്ചു. കാരണം ആ ചിത്രത്തിനെല്ലാം തന്നെ ജീവനുള്ളത് മാതിരി തന്നെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. രമ്യ രാവും പകലൊക്കെ ഇല്ലാതെ വരച്ച ചിത്രങ്ങളൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ എല്ലാ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി. തിരിച്ചു പോകാൻ നേരത്ത് ഞങ്ങൾ പതിവ് പോലെ തന്നെ ഓരോ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നേരെ സ്റ്റാൻഡ് വിടാൻ പോവാണ് കേട്ടോ. ഇനിയും നമുക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇന്നത്തെ